ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ചവറയെ ആര് നയിക്കുമെന്ന ചോദ്യം ഉയരുന്നു. ഇരുമുന്നണികളും ഒരേപോലെ പ്രതീക്ഷയിലാണ്. അണികളുടെ നെഞ്ചിടിപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ശക്തമായ മത്സരം നടന്ന മണ്ഡലത്തിൽ ഫലം പ്രവചനാതീതമാണ്. ചവറ നിയമസഭാ മണ്ഡലം രൂപീകരിച്ച കാലം മുതൽ 2001 വരെ നിയമസഭയിൽ ചവറയുടെ പ്രതിനിധിയായിരുന്നു ബേബി ജോൺ. 2016 മുതൽ 2021 വരെ ചവറയെ പ്രതിനിധീകരിച്ചത് എൻ വിജയൻപിള്ളയായിരുന്നു. പിന്നീടാകട്ടെ ഇവരുടെ രണ്ടുപേരുടെയും മക്കളായ ഷിബു ബേബി ജോണും ഡോക്ടർ സുജിത്ത് വിജയൻപിള്ളയുമായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്നത്. ഇവരിൽ ആരാണ് ഇത്തവണ ചവറ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് എന്ന ആശങ്കയിലാണ് ഇപ്പോൾ വോട്ടർമാർ. സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള. 10 വർഷമായി കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള അഭിമാന പോരാട്ടത്തിലായിരുന്നു ഷിബു ബേബി ജോൺ. അതേസമയം NDA സ്ഥാനാർത്ഥി KR രാജേഷ് ആകട്ടെ വോട്ട് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലുമാണ്. ബൂത്ത് കേന്ദ്രീകരിച്ച് നടത്തിയ പോളിംഗ് പരിശോധനയിൽ നല്ല ഭൂരിപക്ഷത്തിൽ ഷിബു ബേബി ജോൺ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. കഴിഞ്ഞ തവണത്തെ 1096 എന്ന ഭൂരിപക്ഷം കടക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. പന്മന, തേവലക്കര, ചവറ, നീണ്ടകര, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ ഭരണം UDF-നാണ്. 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും UDF അംഗങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. തെക്കുംഭാഗം പഞ്ചായത്ത് ഭരണം മാത്രമാണ് LDF-നുള്ളത്. കഴിഞ്ഞ തവണ 4 പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും 1 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും UDF-നെ തുടച്ചെങ്കിലും നിയമസഭയിൽ LDF-നായിരുന്നു വിജയം. എന്തായാലും അണികളുടെ ഉയർന്ന നെഞ്ചിടിപ്പ് താഴാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. ന്യൂസ് ബ്യൂറോ, ചവറ.